പ്രിയപ്പെട്ടവരെ, തിരുനാളുകളുടെ തിരുനാൾ എന്നറിയപ്പെടുന്ന ഈസ്റ്റർ തിരുനാളാണ് ഇന്ന്. മരണത്തിന്മേൽ യേശുക്രിസ്തു വിജയം വരിച്ചതിൻ്റെ ഓർമ്മയാണ് ഉദ്ധാന തിരുനാൾ അഥവാ ഈസ്റ്റർ എന്നതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തു 33 വർഷക്കാലമാണ് മനുഷ്യാവതാരമെടുത്ത് ഈ ലോകത്തിൽ ജീവിച്ചത്. അതിൽ 30 വർഷക്കാലം അവൻ തൻ്റെ മാതാപിതാക്കന്മാരായ വളർത്തുപിതാവ് യൗസേപ്പിനോടും തൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോടുമൊപ്പം നസ്രസിലെ തിരുക്കുടുംബത്തിൽ ജീവിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നീടുള്ള യേശുക്രിസ്തുവിൻ്റെ 3 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ പരസ്യ ജീവിതമായിരുന്നു. ആളുകൾക്ക് നന്മ ചെയ്തുകൊണ്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തും യേശുക്രിസ്തു തൻ്റെ പരസ്യ ജീവിതം നടത്തി. യേശുവിൻ്റെ പരസ്യ ജീവിതത്തെ ഉപസംഹരിച്ചുകൊണ്ട് ബൈബിളിലെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 38-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്: അവൻ നന്മ ചെയ്തുകൊണ്ട് നാടെങ്ങും ചുറ്റി സഞ്ചരിച്ചു. നന്മ ചെയ്തുകൊണ്ട് നാടെങ്ങും ചുറ്റി സഞ്ചരിച്ചവനാണ് യേശുക്രിസ്തു. എന്നാൽ യേശു ചെയ്ത നന്മയുടെ പരിണിത ഫലമായി രാഷ്ട്രീയ നേതൃത്വവും മത നേതൃത്വവും സാമൂഹ്യ അധികാരികളും യേശുക്രിസ്തുവിനോട് അസൂയ പൂണ്ട് അവനെ വധിക്കാൻ തീരുമാനിച്ചു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിനെക്കുറിച്ച് പൊതുവെ കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാര്യം, അവൻ ജീവിച്ചിരുന്ന കാലത്ത് സമകാലികരായി ഉണ്ടായിരുന്ന ചരിത്രകാരന്മാരായ ഫ്ലാവിയൂസ് ജോസെഫൂസ്, ഫിലോ ഓഫ് അലക്സാൻഡ്രിയ, ഒക്ടേവിയൻ, ടാസിറ്റസ് തുടങ്ങിയ ഹിസ്റ്റോറിയൻസ് യേശുക്രിസ്തുവിൻ്റെ സമകാലികരായിരുന്നു. ഈ ചരിത്രകാരന്മാർ യേശുക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു സത്യം ഇതാണ്: ജീസസ് വാസ് എ മിറക്കിൾ വർക്കർ. ഹി വാസ് പെർഫോമിംഗ് വണ്ടേഴ്സ് എന്നാണ് അവർ എഴുതി വച്ചിരിക്കുന്നത്. അതിൽ ഫ്ലാവിയൂസ് ജോസഫൂസും ഫിലോ ഓഫ് അലക്സാൻഡ്രിയയും ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: അവൻ തനിക്കു വേണ്ടി തന്നെ ഒരു അത്ഭുതവും പ്രവർത്തിച്ചില്ല, മറിച്ച് മറ്റുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവൻ അത്ഭുതങ്ങൾ ചെയ്തു എന്നാണ് ഈ ചരിത്രകാരന്മാർ യേശുക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിന് വിശന്നപ്പോൾ അവൻ അപ്പം വർദ്ധിപ്പിച്ചില്ല. യേശുവിന് ദാഹിച്ചപ്പോൾ അവൻ വെള്ളം വീഞ്ഞാക്കി മാറ്റിയില്ല, മറിച്ച് തൻ്റെ ആവശ്യമുള്ള ജനവിഭാഗത്തിന് അപ്പമായി തീരാൻ, അവർക്ക് ദാഹജലമായി തീരാൻ യേശു കർത്താവിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് അവൻ്റെ മേന്മ. അതായിരുന്നു അവനെക്കുറിച്ച് ചരിത്രകാരന്മാർ പോലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു ചെയ്ത ഈ നന്മ പ്രവൃത്തികളിൽ അസൂയ പൂണ്ട് അവനെ കൊല്ലാൻ ആലോചിച്ചു എന്ന് മാത്രമല്ല, പേർഷ്യയിൽ നിലവിലുണ്ടായിരുന്ന ഏറ്റവും ക്രൂരവും പൈശാചികവും ലജ്ജാകരവുമായ ഒരു പീഡനത്തിലൂടെയാണ് യേശു കർത്താവിനെ കഴുവേറ്റിയത് എന്ന് പറയപ്പെടുന്നു. കുരിശിലാണ് കർത്താവിനെ കൊന്നത്. കുരിശ് അപമാനത്തിൻ്റെ ചിഹ്നമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ മരണം വരെയും. അതിനുശേഷം അത് വിജയത്തിൻ്റെ ചിഹ്നമായി, രക്ഷയുടെ അടയാളമായി മാറിയിട്ടുണ്ട് എന്ന് ലോകം മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സത്യമാണ്. യേശു കർത്താവ് പാലസ്തീന എങ്ങും ചുറ്റി സഞ്ചരിച്ച് നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ ഒരു ദൈവപുത്രനാണ്. എന്നാൽ ആ യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഓശാന ഞായറാഴ്ച കഴുതപ്പുറത്ത് ജൈവിളികളുടെ മുൻപിൽ, ഹോസാനകളുടെ നടുവിൽ ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം ചെയ്തുവെന്നും, പെസഹ വ്യാഴാഴ്ച തൻ്റെ പ്രിയരായ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചുകൂട്ടി താൻ മരിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അവരുടെ പാദങ്ങൾ കഴുകി യേശു കർത്താവ് ഒരു പുതിയ മാതൃക നൽകിയിട്ടുണ്ട് ഈ ലോകത്തിന്.
നാം എല്ലാവരും മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യമാണ് യേശു കർത്താവിൻ്റെ പാദക്ഷാളനം എന്ന ശുശ്രൂഷയിലൂടെ അവൻ നടത്തിയത്. തൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ കാൽക്കലിരുന്ന് അവരുടെ കാലുകൾ കഴുകി അവൻ ചുംബിച്ചു എന്നാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം അവൻ ഗത്സമൻ തോട്ടത്തിലേക്ക് പോവുകയും ഗത്സമൻ തോട്ടത്തിൽ കഠോരമായ വേദനയോടും മാനസികമായ വ്യഥയോടും കൂടെ മരണം മുന്നിൽ കണ്ട യേശു കർത്താവ് നിലവിളിച്ച് ദൈവപിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയുടെ പ്രാർത്ഥന, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും എടുത്തു മാറ്റണമേ എന്നുള്ളതായിരുന്നു. അതിനുശേഷം യേശു കൂട്ടിച്ചേർക്കുന്നുണ്ട്, എന്നാൽ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെ ദൈവപിതാവിൻ്റെ ഇഷ്ടം നിർവഹിച്ചുകൊണ്ട് ജീവിച്ചു കടന്നുപോയ ഒരു ദൈവപുത്രനായിരുന്നു യേശു കർത്താവ് എന്ന് വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പിറ്റേ ദിവസം ദുഃഖവെള്ളിയാഴ്ച കാൽവരി കുരിശിൽ യേശു കർത്താവ് മരിക്കുന്നു. പീഡകൾ സഹിച്ചാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു മരിച്ചത് എന്ന് നമുക്കറിയാമല്ലോ. യേശു ക്രിസ്തുവിനെ എണ്ണച്ചക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഗത്സമൻ തോട്ടത്തിൽ നിന്നും തലയോട്ടിടം എന്ന് വിളിക്കപ്പെടുന്ന കാൽവരി മലയിലേക്ക് ഭാരമേറിയ ഒരു മരക്കുരിശ് തോളിൽ വെച്ചു കൊടുത്ത് കർത്താവ് ആ മരക്കുരിശുമായി വഴിയിലൂടെ നടന്ന് മല കയറിയെന്നും പട്ടാളക്കാരവനെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നുമാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ യേശു കർത്താവിൻ്റെ മരണം സംഭവിച്ചതിന് ശേഷം അവൻ അടക്കപ്പെട്ടു. എന്നാൽ മൂന്നാം ദിവസം മരണത്തെ അതിജീവിച്ച് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നതാണ് അവനെ ദൈവമാക്കുന്നത്. ഉദ്ധാനമെന്ന ഒറ്റക്കല്ലിൽ നിർമ്മിതമാണ് കത്തോലിക്ക തിരുസഭ എന്നുള്ളത്. ഈ വിശ്വാസ സൗധം, പ്രിയ സഹോദരങ്ങളെ, ഉദ്ധാന തിരുനാളിൻ്റെ യേശു കർത്താവിൻ്റെ ഉദ്ധാനത്തിൻ്റെ ബാക്കി പത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഉദ്ധാനം ചെയ്ത യേശു കർത്താവിനെയും അന്വേഷിച്ച് മഗ്ദലന മറിയവും മറ്റു സ്ത്രീകളും അവനെ അടക്കം ചെയ്തിരുന്ന കല്ലറയിലേക്ക് ഓടുന്നുണ്ട്. ഉയർപ്പു തിരുനാളിൻ്റെ ദിവസം അതിരാവിലെ അവരന്വേഷിക്കുന്നത് കണ്ടിട്ട് പോകുന്ന വഴിയിൽ തന്നെയും മഗ്ദലന മറിയം കൂടെയുള്ള മറ്റു സ്ത്രീകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യേശുവിനെ അടക്കിയിരിക്കുന്ന കല്ലറയുടെ വാതിൽ ആരാണ് ഉരുട്ടി മാറ്റുക? എന്നാൽ അവർ ചെന്ന് കഴിയുമ്പോൾ അവർ കാണുന്നത് ഉരുട്ടി മാറ്റപ്പെട്ട കല്ലും തുറക്കപ്പെട്ട കല്ലറയുമാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു കഴിഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമായി തിരിച്ചറിയുകയാണ്. യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്ന സ്ത്രീകളെ കണ്ടിട്ട് ദൈവദൂതൻ ആ സ്ത്രീകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിലാണോ അന്വേഷിക്കുന്നത്? എന്നിട്ട് ആ ദൈവദൂതൻ മഗ്ദലന മറിയത്തോടും കൂടെയുള്ള സ്ത്രീകളോടും പറയുന്നുണ്ട്, അവനിവിടെ ഇല്ല, അവൻ അരുൾ ചെയ്തതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. അവൻ ഉദ്ധിതനാണ്, മരിച്ചുപോയ ഒരു ദൈവമല്ല. അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. അതാണ് ഈസ്റ്ററിൻ്റെ സന്ദേശമെന്ന് പറയുക. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവരോടൊക്കെ ആശംസിച്ചത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. ലോകത്തിന് സമാധാനം നൽകാൻ അവതരിച്ചവനാണ് യേശു ക്രിസ്തു. തീർച്ചയായും വിഭാഗീയതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ വിഭാഗീയതകളിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലുമൊക്കെ സമാധാനത്തിൻ്റെ സ്വർഗീയ ദൂതുമായി ഈ ലോകത്തിൽ അവതരിച്ചവനാ യേശു കർത്താവ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അവൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകത്തിൽ വായിച്ചു തോർക്കുകയാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവനായിരുന്നുവെങ്കിൽ ഞാൻ അവൻ്റെ കാലുകൾ കഴുകുമായിരുന്നു. എൻ്റെ കണ്ണുനീരുകൊണ്ടല്ല, മറിച്ച് എൻ്റെ ഹൃദയരക്തം കൊണ്ട്. എൻ്റെ ഹൃദയരക്തം കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കാൽപാദങ്ങൾ കഴുകുമായിരുന്നു എന്ന് സ്വാമി വിവേകാനന്ദൻ പറയാൻ കാരണം എന്താ? യേശു ക്രിസ്തുവിനെ ഒരു മനുഷ്യനായല്ല, മറിച്ചൊരു ദൈവമായി മനസ്സിലാക്കാൻ സ്വാമി വിവേകാനന്ദന് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്.
ശ്രീ അരവിന്ദ ഘോഷ് എന്നു പേരുള്ള ഒരു ഇന്ത്യൻ തത്വജ്ഞാനി പറയുന്നത് ഇപ്രകാരമാണ്: ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെങ്കിലേക്കൊരു വഴിയുണ്ടാകും. ഒരു ദൈവവും അവിടത്തിലേക്കൊരു വഴിയുമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ആ ദൈവത്തിങ്കൽ എത്തിച്ചേരും. ഞാൻ വഴിയും പ്രകാശവുമാകുന്നു എന്ന് പറഞ്ഞ് ഈ ലോകത്തിലേക്ക് അവതരിച്ച യേശു കർത്താവ് നമുക്കെല്ലാവർക്കും വലിയ ദൈവാനുഗ്രഹങ്ങൾ നൽകാൻ ഈ ലോകത്തിൽ വന്നവനാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എവിടെയാണോ അസമാധാനങ്ങളുള്ളത്, എവിടെയാണോ പ്രശ്നങ്ങളുള്ളത്, എവിടെയാണോ പ്രതിസന്ധികളുള്ളത്, ഇപ്രകാരമുള്ള പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ ദൈവമായ കർത്താവ് നമുക്കെല്ലാവർക്കും ആശ്വാസമായി സമാധാനമായി കൂടെ ഉണ്ടാകുമെന്ന് ഈസ്റ്റർ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയും യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം എന്ന് പറയുന്നത് ഈ ലോകത്തിന് മുഴുവൻ വലിയ സന്തോഷം നൽകുന്ന സദ്വാർത്തയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെ തുടർന്നാണ് കത്തോലിക്ക തിരുസഭ രൂപീകൃതമായതും തിരുസഭയിലൂടെ ആ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന പ്രേക്ഷിതരായ അനേകായിരങ്ങൾ ഈ ലോകത്തിൽ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അത് യേശുവിൻ്റെ മാതൃകയാണ്. അവൻ നന്മ ചെയ്തുകൊണ്ട് നാടെങ്ങും ചുറ്റി സഞ്ചരിച്ചു എന്ന് പറയുന്നത് പോലെ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് മിഷണറിമാർ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, മെത്രാന്മാരും വൈദികരും സന്യസ്തരുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിതരാണ്. അത് ആതുര സേവന മേഖലകളിലാകാം, അതല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലകളിലാകാം. എവിടെയാണെങ്കിലും ലോകത്തിന് ആവശ്യമുള്ള കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ച് നന്മ ചെയ്യാൻ യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാണ് ഇന്നും ക്രൈസ്തവർ ലോകമെമ്പാടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കേവലം ഒരു വിശ്വാസത്തേക്കാൾ ഉപരിയായി ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ മാതൃക നൽകുക എന്നുള്ളതായിരുന്നു അവൻ മറ്റുള്ളവർക്കായി പഠിപ്പിച്ചു കൊടുത്ത മാതൃകയെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുമ്പോഴാണ് യേശുക്രിസ്തു ഉദ്ധിതനായ കർത്താവ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയായി മാറുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ ഈ മാതൃക സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാകണം ലോകമെമ്പാടുമുള്ള സകല വിശ്വാസികളും, ഈ പൊതുസമൂഹം മുഴുവനും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മാത്രമല്ല, അവനിൽ വിശ്വസിക്കാത്തവരും ഈസ്റ്റർ കൊണ്ടാടാറുണ്ട്. ഇത് വലിയൊരു ആഘോഷമാണ്. എന്നാൽ ഇത് കേവലം ഒരു ആഘോഷം മാത്രമായി നിൽക്കേണ്ട ഒന്നല്ല, മറിച്ച് ഇതൊരു സന്ദേശമാണ്. ഉദ്ധാന സന്ദേശം എന്ന് പറയുന്നത് ലോകത്തിന് നൽകുന്ന സമാധാനമാണ്. എവിടെയൊക്കെയാണോ യുദ്ധങ്ങളുള്ളത്, യുദ്ധപ്രിയരെ ഭിന്നിപ്പിക്കണമേ എന്നും ലോകത്തിൽ സമാധാനം സംസ്ഥാപിക്കണമേ എന്നും ഉള്ളതാണ് യേശു കർത്താവ് നൽകുന്ന ഉദ്ധാനത്തിൻ്റെ സന്ദേശമെന്ന് പറയുക. അതുകൊണ്ട് തന്നെയും ഫ്രാൻസിസ് അസീസി എന്നെ ഒരു സമാധാനത്തിൻ്റെ ഉപകരണമാക്കി മാറ്റണമേ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, സഹോദരങ്ങളെ, നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഈ അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകം മുഴുവനുമുള്ള ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെയും നേതാക്കന്മാരെയും ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു കൂട്ടിയപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രാർത്ഥിച്ചത് ഫ്രാൻസിസ് അസീസി നൽകിയ സമാധാനത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു. എന്നെ ഒരു സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ എന്നുള്ളതാണ് സമാധാന പ്രാർത്ഥനയിലൂടെ ഫ്രാൻസിസ് അസീസി നമുക്ക് നൽകുന്നത്. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഈ ഉദ്ധാന തിരുനാളിൽ എനിക്കും പറയാനുള്ളത്, നമ്മൾ സമാധാനം സംസ്ഥാപിക്കുന്നവരാകണം. അത് കുടുംബങ്ങളിലാകട്ടെ, പൊതുസമൂഹത്തിലാകട്ടെ, നാം ജീവിക്കുന്ന ഇടങ്ങളിലാകട്ടെ, ഭാര്യ ഭർത്തൃബന്ധത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം സമാധാനം നൽകുന്നവരായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും ഇപ്രകാരമുള്ള സമാധാനം മറ്റുള്ളവർക്ക് വേണ്ടി നൽകാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുമ്പോൾ, അത് അയൽപക്ക ബന്ധങ്ങളിലേക്കും വ്യാപിക്കുമ്പോൾ ഈ സമൂഹം മുഴുവനും സ്നേഹത്തിൻ്റെ ഇടമായി മാറും. അല്പം കൂടെ മെച്ചപ്പെട്ട ജീവിക്കാൻ സാധിക്കുന്ന ഇടമാക്കി ഈ ലോകത്തെ മാറ്റുക എന്നുള്ളതാണ് പ്രിയരെ നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് തിരിച്ചറിയുക. അതിനെല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. നമ്മുടെ ഈ ലോകം എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള ഇടമായി മാറണം.
എല്ലാവർക്കും മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കണം, വിശ്വാസം പ്രചരിപ്പിക്കാൻ സാധിക്കണം, ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ സാധിക്കണം. അപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കാനുള്ള ഇടമാക്കി ഈ ലോകത്തെ മാറ്റുകയെന്നുള്ളതാണ് ഉദ്ധിതനായ യേശുക്രിസ്തുവിൻ്റെ ഈസ്റ്റർ സന്ദേശം എന്ന് പറയുക. അതുകൊണ്ട് തന്നെയും ഞാനും നിങ്ങളുമൊക്കെ യേശുവിൻ്റെ പിൻഗാമികളായി ജീവിക്കുമ്പോൾ, യേശുവിനെ അറിയുന്നവരും മനസ്സിലാക്കുന്നവരുമായി കഴിയുമ്പോൾ ആ യേശുവിൻ്റെ മാതൃക പിൻചെല്ലാൻ വേണ്ടി പരിശ്രമിക്കണം. മലയാളത്തിൻ്റെ പ്രശസ്തരായ എഴുത്തുകാർ KP അപ്പനും പെരുമ്പടവും ശ്രീധരൻ നായരുമൊക്കെ ക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന മനോഹരമായ കാവ്യങ്ങളുണ്ട്. മറ്റനേകം എഴുത്തുകാരും യേശുക്രിസ്തുവിനെ വാഴ്ത്തിപ്പാടിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്ന കാര്യം ഇതാണ്: യേശുക്രിസ്തു ഈ ലോകത്തിൽ സമാധാന സ്ഥാപകനായി വന്നവനാണ്. അവൻ മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിച്ചവനാണ്. അതുകൊണ്ട് ആരൊക്കെയാണോ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാവരും ക്രിസ്തുവിനെ പിൻചെല്ലുന്നവരായിത്തീരും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിന് മാമുദീസ മുങ്ങണമെന്നോ ക്രിസ്ത്യാനിയാകണമെന്നോ നിർബന്ധമൊന്നുമില്ല. ക്രിസ്തുവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പോലും ക്രിസ്തുവിനോട് വലിയ സ്നേഹം, ആരാധനയുണ്ടായിരുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയും ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ബൈബിളിൽ നിന്നും മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലെ യേശുവിൻ്റെ മലമുകളിലെ പ്രഭാഷണം എന്നറിയപ്പെടുന്ന ഗിരിപ്രഭാഷണം വായിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു എന്ന് ഗാന്ധിജി തന്നെയും വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ യേശുവിനെ പിൻചൊല്ലുന്നവരായിത്തീരുന്നത് ക്രിസ്ത്യാനികളാകുന്നത് വഴിയായിട്ട് മാത്രമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ഈ സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ സന്ദേശം മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോഴാണ്. അപ്രകാരം ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഈ ലോകം എല്ലാവർക്കും വസിക്കാൻ പറ്റുന്ന സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഇടമായി മാറുകയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങളും മതസ്ഥാപകരും നന്മ, മനുഷ്യൻ്റെ ആത്യന്തികമായ നന്മ മാത്രം ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരും സന്തോഷമായി ഈ ലോകത്തിൽ സംതൃപ്തിയോടുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ചിലരെങ്കിലുമൊക്കെ മത തീവ്രവാദം വളർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് മതത്തെയും മതവിശ്വാസങ്ങളെയും അപമാനിക്കപ്പെടുന്ന വിധം മറ്റുള്ളവർ പൊതുസമൂഹം നോക്കിക്കാണാൻ ഇടവന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്രകാരം മത തീവ്രവാദങ്ങൾ വളർത്തുന്നവർ ഒരു മൈനോറിറ്റി ആയിരിക്കാം, ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമായിരിക്കും. എന്നാൽ അവർ വരുത്തി വയ്ക്കുന്നത് വലിയ വിനയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾ പ്രചരിപ്പിക്കുന്ന മതം മറ്റുള്ളവർക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ആകാം. മറിച്ച് ഞാൻ വിശ്വസിക്കുന്ന മതവിശ്വാസം ജനാധിപത്യ രാഷ്ട്രത്തിൽ പരസ്പരം പങ്കുവയ്ക്കുന്നു എന്നുള്ളത് മാത്രം മതി. എൻ്റെ മതത്തിൽ വിശ്വസിക്കാത്ത, എൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ ആദരിക്കാത്ത, എൻ്റെ കൂടെ വരാത്ത ഒരാൾ എൻ്റെ ശത്രുവാകുന്നത് എപ്പോഴാണ്? യേശു പറയുന്നുണ്ട്, ശത്രുവിനെ പോലും നീ സ്നേഹിക്കണമെന്ന്. ഇതാണ് കുരിശ് നൽകുന്ന സന്ദേശം, ഉദ്ധാനത്തിൻ്റെ സന്ദേശം എന്ന് പറയുക. ഉദ്ധാനം ചെയ്തു കഴിഞ്ഞ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ സന്ദേശവാഹകരാകുക എന്നുള്ളതാണ് നമ്മെ എല്ലാവരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. അപ്രകാരം ഒരു ജീവിതം നയിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ഈ ജീവിതം കൊണ്ട് അർത്ഥമുണ്ടാകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നാം എല്ലാവരും. കാരണം യേശു കർത്താവിൻ്റെ ജീവിതം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ ലോകത്തിൽ. അത് ലോകാവസാനം വരെയും അങ്ങനെയൊന്ന് ഉണ്ടെങ്കിൽ ലോകാവസാനം വരെയും നീണ്ടു നിൽക്കുന്നതായിരിക്കും എന്ന് നമുക്ക് തിരിച്ചറിയാം. കാരണം യേശു പറയുന്നുണ്ട്, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടൊപ്പമുണ്ടായിരിക്കും. ഇതാണ് ഈസ്റ്റർ നൽകുന്ന മറ്റൊരു സന്ദേശം. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇന്നും ഈ ലോകത്തിലുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അവനോട് ചേർന്ന് ജീവിക്കാൻ, അവൻ്റെ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ, അതനുസരിച്ച് ഈ ലോകം മനോഹരമായ ഒരിടമാക്കി മാറ്റാൻ, നന്മയുടെ വിളനിലമാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. തെറ്റുകുറ്റങ്ങൾ ആർക്കും ഉണ്ടാകാം. പാപത്തിൽ ആര് വേണമെങ്കിലും വീണു പോകാം. പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടു പോകാം.
ചില ദുശ്ശീലങ്ങൾ നമ്മളെയൊക്കെ പിടികൂടിയിട്ടുണ്ടാകാം. അതൊരു പക്ഷേ മദ്യപാനമാകാം, അല്ലെങ്കിൽ പുകവലിശീലമാകാം, മയക്കുമരുന്നിൻ്റെ ഉപയോഗമാകാം, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനാകാം, ലൈംഗികപരമായ തിന്മകളിലേക്കുള്ള ചായ്ച്ചിലുകളാകാം. എന്തുമായിക്കൊള്ളട്ടെ, ഇപ്രകാരമുള്ള തിന്മയിൽ നിന്നും ദുശ്ശീലങ്ങളിൽ നിന്നും നമ്മെ അല്പം കൂടെ മെച്ചപ്പെട്ട മനുഷ്യരാക്കി തീർക്കാൻ ക്രിസ്തുവിന് സാധിക്കും എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെയും ക്രിസ്തുവിനെ പിൻചൊല്ലുന്ന ആർക്കും മോശക്കാരാകാൻ പറ്റിയല്ല. സമൂഹത്തിൽ വേണ്ടപ്പെട്ടവരായി ജീവിക്കാനേ സാധിക്കുകയുള്ളൂ. നമ്മളൊക്കെ ഈ ലോകത്തിൽ അവശേഷിപ്പിക്കുന്നത് എന്തായിരിക്കണം? ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? മരിച്ചു കിടക്കുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് നന്മ പറയാറുണ്ട് പലപ്പോഴും. ജീവിച്ചിരിക്കുമ്പോഴും നന്മ ചെയ്യുന്നവരാണെങ്കിലേ മരിച്ചു കഴിയുമ്പോൾ സത്യസന്ധമായി നന്മ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒത്തിരിയേറെ ചരമപ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അറിയാവുന്ന വ്യക്തികളെക്കുറിച്ച് നമ്മൾ നന്മ പറയാറുണ്ട്. പക്ഷേ അവശേഷിപ്പുകൾ തിരുശേഷിപ്പുകളാകുമ്പോഴാണ് നമ്മളൊക്കെ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന വ്യക്തികളായി തീരുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്രകാരം ജീവിക്കുന്ന മനുഷ്യരാകുക എന്നുള്ളതാണ് നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എൻ്റെ ജീവിതം കൊണ്ട് ഈ ലോകത്തിന് അർത്ഥമുണ്ട്, എന്തെങ്കിലുമൊക്കെ നന്മയുണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്രകാരമുള്ള ഒരു ജീവിത നിലവാരം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ മുതൽ നമ്മൾ പഠിപ്പിക്കണം, മര്യാദ അഭ്യസിപ്പിക്കണം അവരെ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മതപരമായ പഠന മേഖലകളും മറ്റും ഇപ്രകാരമുള്ള മൂല്യങ്ങൾ, ധാർമ്മിക ബോധ്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഇടങ്ങളായി മാറണം. അതുകൊണ്ട് ആനുകാലിക സംഭവ വികാസങ്ങളൊക്കെയും നമ്മൾ കണ്ണോടിക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം എന്താ? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മൂല്യച്യുതി ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചും സാംസ്കാരിക പൈതൃകങ്ങളെക്കുറിച്ചും ഒക്കെ അഭിമാനിക്കുന്നവരാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖല വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് തീർച്ചയായും. എന്നാൽ ഒരുപക്ഷെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെയൊക്കെയും അതിപ്രസരം കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും മറ്റും പെട്ടുപോയി ഒത്തിരിയേറെ പേര് അക്രമവാസനയുള്ളവരായി മാറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഒത്തിരിയേറെ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ട് തന്നെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനോഹരമായി പഠിക്കാനുള്ള ഇടമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനമാണ്. ഈ കുഞ്ഞുങ്ങൾ നാളത്തെ ലോകത്തെ നയിക്കേണ്ടവരാണ്. അവരെ അപ്രകാരമുള്ള മൂല്യമുള്ള വ്യക്തികളായി, ധാർമ്മിക ബോധ്യമുള്ള വ്യക്തികളായി വളർത്തിക്കൊണ്ടു വരുമ്പോഴാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം, ഉദ്ധിതനായ കർത്താവ് നൽകുന്ന സന്ദേശം ഈ ലോകത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്രകാരം ഒരു ജീവിതത്തിലേക്കാണ് നാം എല്ലാവരും ആഗ്രഹത്തോടുകൂടെ മുന്നേറേണ്ടത് എന്നുള്ളതാണ്. വീഴ്ചകളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും അവയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ മഴയും പെയ്തു തീരും എന്ന ബോധ്യത്തോടുകൂടെ ഇതെല്ലാം കഴിഞ്ഞ ഒരു മനോഹരമായ ജീവിതം നമുക്ക് മുൻപിലുണ്ട് എന്ന യാഥാർത്ഥ്യബോധം മനസ്സിലാക്കിക്കൊണ്ട് നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടെ മുൻപോട്ട് പോകുന്നവരാകണം. കാരണം ഈസ്റ്റർ നൽകുന്ന മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത് പ്രത്യാശയുടെ ഉണർത്തുപാട്ടാണ്. മരിച്ച കല്ലറയിൽ അടക്കപ്പെട്ടവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വലിയ പ്രത്യാശ നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾ കാന്തം ഒരു സ്ഥലത്ത് വെച്ചിട്ട് അതിനടുത്ത് ഒരു സേഫ്റ്റി പിന്നോ ഒരു മുട്ടുസൂചിയോ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആ മുട്ടുസൂചിയിലേക്ക് ഈ കാന്തം മുട്ടുസൂചിയെ ആകർഷിക്കും. മുട്ടുസൂചി കാന്തത്തിലേക്ക് ചേർന്നിരിക്കും. ഇതുപോലെയാകണം ഞാനും നിങ്ങളും ഒക്കെ. ആ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ അല്പം കൂടെ മെച്ചപ്പെട്ട വ്യക്തികളാകാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ യേശുക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരാകുമ്പോൾ നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കാൻ പ്രാപ്തരാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈസ്റ്റർ ആഘോഷം എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ആഘോഷമാകുന്നത് ആരുടെയെങ്കിലുമൊക്കെ ജീവിതങ്ങളിൽ നമ്മുടെ നന്മയുടെ ഇടപെടലായിത്തീരുമ്പോഴാണ്. ഈസ്റ്ററിന് മുന്നോടിയായി വ്രതമെടുത്ത് നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കാറുണ്ട്. നോമ്പുകാലം എന്നുള്ളത് ആത്മനിയന്ത്രണത്തിൻ്റെ സമയമാണ്. നോമ്പുകാലം എന്നുള്ളത് ആത്മവിശുദ്ധീകരണത്തിൻ്റെ സമയമാണ്. ഇപ്രകാരം നോമ്പ് നോറ്റ് ഈസ്റ്റർ ദിവസം
യേശു കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ ആഘോഷിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ അത് മറ്റുള്ളവർക്ക് നന്മയുടെ ആഘോഷമായി തീരണമെന്ന് തിരിച്ചറിയുക. സ്വാർത്ഥപരമായ സ്വന്തം ഇഷ്ടങ്ങളുടെ ആഘോഷം മാത്രമല്ല, കുടുംബമായി ആഘോഷിക്കാൻ, സമൂഹത്തോട് ഒന്നു ചേർന്ന് ആഘോഷിക്കാൻ സാധിക്കുന്നതാകണം ഓരോ ഈസ്റ്ററും ഓരോ തിരുനാളും. അതുകൊണ്ട് തന്നെയും നമ്മുടെയൊക്കെ ജീവിതം യേശു കർത്താവ് നമ്മുടെ മുൻപിൽ വെക്കുന്ന ഈ വെല്ലുവിളി, ചോദ്യചിഹ്നമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്ന യേശു കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക്, ഈ ലോകത്തിന് ഒരു പ്രതിസംസ്കാരം രൂപപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികളായി മുൻപോട്ട് പോകാൻ, മുന്നേറാൻ, ഒറ്റക്കെട്ടായി ജീവിക്കാൻ, മനോഹരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടെ എന്നെ കേൾക്കുന്ന കേരള വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരിയേറെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ആനന്ദത്തിൻ്റെയും സ്നേഹപൂർവകമായ ഈസ്റ്റർ മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.